നമസ്കാരം എവറിബഡി, വെൽക്കം ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. ദൃശ്യം 3 അങ്ങനെ ദൃശ്യം 2 റിലീസായി കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പം അതിൻ്റെ അകത്ത് ജിത്തു ജോസഫ് പറയുന്നുണ്ടായത് ദൃശ്യം 3 വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന്. ആ ഇന്റർവ്യൂവർ ജിത്തു ജോസഫിനോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് ഓൾറെഡി പരിപാടികളൊക്കെ കുറച്ച് റഫ്ലി എനിക്ക് ഐഡിയ ഉണ്ട്, ഞാൻ അത് ലാലേട്ടനോട് ഡിസ്കസ് ചെയ്തായിരുന്നു രണ്ടാം ഫിലിമിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത്. പക്ഷെ ക്ലൈമാക്സിൽ അവിടെ ഇവിടെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ദൃശ്യം 3 ഇങ്ങനെ ഒരു പോസ്റ്റിലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ പരിപാടികളെല്ലാം തീർത്ത് കഴിഞ്ഞ വർഷം പാക്കപ്പ് പറഞ്ഞു ഒക്ടോബറിൽ റിലീസ് ആവേണ്ടത്. പക്ഷേ യുദ്ധം അങ്ങനെ പല കാരണം ഒക്കെ റീസൺ ഒക്കെ കാരണം ഇത് മൂവി അടുത്ത മാസത്തേക്ക് മെയ് 21 വേൾഡ് വൈഡ് റിലീസ്. ദൃശ്യം 3 സൂപ്പർ 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 എക്സൈറ്റഡ്. ഇത്ര എക്സൈറ്റ്മെന്റ് ഒരു ഫിലിമിന് വേണ്ടി വളരെ റെയർ ആണ്. കാരണം ഇത്രയും ലക്ഷക്കണക്കിനുള്ള ജനങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഗസ് അടിച്ചുകൊണ്ടിരിക്കുക, എന്തായിരിക്കും 3-ൽ എന്താണ് സ്റ്റോറി, ജോർജ് കുട്ടി പിടിക്കപ്പെടുവോ, എന്താണ് ഒന്നും അറിയില്ല. സിനിമ കണ്ടാൽ മാത്രമേ അറിയൂ. വല്ല ക്ലൂ ഉണ്ടോന്ന് നമുക്ക് ടീസർ കണ്ടേക്കാം. സ്റ്റാർട്ട് 3, 2, 1. ഓർഡിനറി മാൻ, ഒരു കൊച്ചു ലോകം. പെൻ സ്റ്റുഡിയോസ്, പനോരമ സ്റ്റുഡിയോസ്. ശിഥിലമാക്കാൻ കെൽപ്പുള്ള അതിഥി. ആശീർവാദ് സിനിമാസ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. 2021 ദൃശ്യം 2. സത്യത്തിൽ നമ്മൾ അയാളെ അല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. 2026 യെസ്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. മൈ ഫാമിലി ഈസ് എവരിതിങ്. വരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ഒരു കൺഫഷൻ സ്മെൽ ചെയ്യുന്നില്ലേ? അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ, പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓ I don't know. ദൃശ്യം 3 The past never stays silent. ആ ഫുൾ ടീം ഉണ്ട് കേട്ടോ. വേറെ അങ്ങനെ പ്രൊഡ്യൂസ് ബൈ ആന്റണി പെരുമ്പാവൂർ. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്. 21 മെയ്. എന്തൊരു ടീസർ അല്ലെ! സസ്പെൻസിന്റെ സസ്പെൻസ്. ഒരു കാര്യം പോലും ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫിലിം ഒന്നും വിട്ടിട്ടില്ല. കാരണം ഇതൊരു പെർഫെക്റ്റ് ടീസർ ആണെന്ന് ഞാൻ പറയൂല. 1 മിനിറ്റ് 50 സെക്കൻഡിന്റെ പരിപാടി. അതിൻ്റെ അകത്ത് 1 മിനിറ്റ് 46 സെക്കൻഡ് കഴിയുമ്പോഴാണ് 2026 എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 മിനിറ്റ് അത്രേ ഉള്ളൂ. നമ്മളെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു കൺഫെഷൻ സ്മെല് ചെയ്യുന്ന പോലെ. കാരണം ലാലേട്ടൻ നമ്മുടെ ജോർജ് കുട്ടി പള്ളിയിൽ വെച്ച് ഒരു കൺഫെഷന്റെ ഒരു സ്മെല്ല്, പിന്നെ ഒരു സാറെന്ന് പറഞ്ഞ ആരോട് പറയുന്നുണ്ട്. അത് ആരാണെന്ന് എനിക്കറിയില്ല. ആ ഓഡിയോ, ഇത് വീഡിയോയിലല്ല ആ ഓഡിയോ മാച്ച് ചെയ്തിരിക്കുക, വേറെ ഏതോ സീനിന്റെ ഓഡിയോ എടുത്തിട്ടിരിക്കുവാണ്. ബട്ട് ആരോടോ എന്തോ കാര്യങ്ങൾ പറയുന്ന പോലെ. ഇനി ഇതുപോലെ വേറെ എത്രയോ പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഫുള്ള് സസ്പെൻസിന്റെ അങ്ങേ അറ്റമാണ് ഇത്. ഈ മൂവി ഒരു കാര്യം എന്തായാലും ഞാൻ ഉറപ്പായിട്ടും പറയാം, ഈ മൂവി ഒരു നല്ല സ്റ്റോറി സംഭവങ്ങളും കിട്ടുവാണെങ്കിൽ ദിസ് വിൽ ബി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ഓഫ് മലയാളം സിനിമ. കാരണം ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിംസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദൃശ്യം 1 അല്ലെങ്കിൽ ദൃശ്യം ഫസ്റ്റ് പാർട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇറക്കിയ ഒരു സാധനമായിരുന്നു. അത് ജിത്തു ജോസഫ് ഇത്രയും സംഭവം ക്ലിക്ക് ആവുമെന്ന് എനിക്ക് ആദ്യം അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേനെ എന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ രണ്ടാം ഭാഗം ഇറങ്ങുന്ന സമയത്ത് ലോക്ക്ഡൌണും ഒക്കെ ആയതുകൊണ്ട് ഇത് പ്രൈമിലാണ് ഇറങ്ങുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ആമസോൺ പ്രൈമിലായിരുന്നു ഇറങ്ങുന്നത്. അതിന് ഒരു തിയേറ്റർ റിലീസ് കിട്ടിയില്ല. പക്ഷെ ഒരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു പടം.
അത് കഴിഞ്ഞാണ് പ്രൈമിൽ ഇറങ്ങുന്നത്. ലോക്ക്ഡൌൺ ആണ്, അതുകൊണ്ട് ലോകം മുഴുവൻ ഈ പടം ഇരുന്ന് കണ്ടു. ദെൻ ഇറ്റ് വാസ് ലൈക്ക് എ മാസീവ് ഹിറ്റ്. ഇപ്പം ഈ പടത്തിന്റെ പുറകില് ഫുൾ ഇൻഡസ്ട്രി ആണ്. ഫുൾ ഇനിയിപ്പം അജയ് ദേവിന്റെ ഒക്ടോബറിൽ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുന്നുണ്ട് 3ാം ഭാഗം. പിന്നെ തമിഴിൽ ഇനി ഇറങ്ങണം, പിന്നെ തെലുങ്കിൽ ഇറങ്ങണം, അങ്ങനെ അങ്ങനെ കിടക്കുമല്ലേ ഫുൾ പടം. സോ കിടുക്കാച്ചി സംഭവം. ഇനിയിപ്പം എന്തായാലും ഇത്രയും പറയാനുള്ളൂ. തിയേറ്ററിൽ എത്തിക്കാനായിട്ടുള്ള സംഭവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ ടീസർ കാണുമ്പോൾ അറിയാം, പിന്നെയും 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 സസ്പെൻസ്. ടീസർ പോലും എന്തുവേലും ഒക്കെ മനസ്സിലായിരുന്നു ഈ ഒരു, പക്ഷെ ആ ഒരു അതാണ് ഇതിന്റെ ഒരു എന്താ പറയുന്ന ഒരു ഫാമിലി ത്രില്ല്. ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തു. ഇനിയിപ്പം വെയിറ്റിംഗ്. ഇനിയും എന്തായാലും മെയിൽ ഇറങ്ങുന്നു 21. ഇനിയും ഇത് പോസ്റ്റ്പോണ്ട് ചെയ്യൂല. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പൊ ഒരു ആഘോഷം തന്നെ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വട്ടം കാണാം. Until then, take care guys.